റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക സ്റ്റൈലിൽ വളരെ അച്ചടക്കത്തോടെ ഒരു കൈ നിശ്ചലമാക്കിയും മറ്റേ കൈ കുറച്ച് വീശിയും മറ്റുള്ള ലോക നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാസ് വാക്കിംഗ് എന്ന് തന്നെ പറയാം. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ന് ലോകമെമ്പാടുമുള്ള ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. മുൻ KGB ഇൻ്റലിജൻസ് ഓഫീസറായിരുന്ന പുടിൻ അദ്ദേഹത്തിൻ്റെ വിചിത്രമായ പാറ്റേണിലുള്ള നടപ്പ് എല്ലാവരിലും വളരെ വലിയ കൗതുകം ഉയർത്തിയ കാര്യമാണ്. നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നടക്കുമ്പോൾ പ്രസിഡന്റ് പുടിൻ്റെ വലത് കൈ എപ്പോഴും പൂട്ടിയിരിക്കും. ഇടത് കൈ സ്വതന്ത്രമായി സ്വിംഗ് ചെയ്യുമ്പോൾ വലത് കൈ അതിൻ്റെ സ്ഥാനത്ത് അതേ പൊസിഷനിൽ തന്നെ തുടരുന്നു. എന്നാൽ ഡോക്ടർമാർ ഒരു രോഗലക്ഷണവും ഇതിനോടനുബന്ധിച്ച് പുടിനിൽ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ജൂഡോ, ബ്ലാക്ക് ബെൽറ്റ്, വെയ്റ്റ് ലിഫ്റ്റർ, നീന്തൽ എന്നീ തലങ്ങളിൽ പുടിനുള്ള പ്രാവീണ്യം വളരെ വലുതായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം വേഗതയേറിയതും ഒപ്പ് ഒരു വിറയലും കൂടാതെ വളരെ മനോഹരമായ വേഗത്തിൽ ഇടാൻ കഴിയുന്നതുമായിരുന്നു. ഒരു സൂക്ഷ്മ വിശകലനത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റിൻ്റെ ഈ നടത്തം കൗതുകകരമായ തോക്കുധാരിയുടെ നടത്തവുമായി സാദൃശ്യം കണ്ടെത്തി. ഗവേഷകരുടെ അഭിപ്രായത്തിൽ പുടിൻ്റെ ഈ കൈകളുടെ ചലനം നടക്കുമ്പോഴുള്ള രോഗലക്ഷണത്തിൻ്റെ കാര്യമല്ല, മറിച്ച് തീവ്രമായ സൈനിക അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പരിശീലനത്തിൻ്റെ ഫലമായി ഉണ്ടായ പൊരുത്തപ്പെടലാണ്. കാരണം ഇങ്ങനെ പറയാൻ സോവിയറ്റ് KGBയുടെ ഭാഗമായിരുന്ന പുടിൻ്റെ തീവ്രമായ ആയുധ പരിശീലനമാണ്. സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് അദ്ദേഹം ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലേക്ക് ഉയർന്നിരുന്നു. എപ്പോൾ വേണമെങ്കിലും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു KGB ഉദ്യോഗസ്ഥൻ എങ്ങനെ നടക്കണമെന്ന് KGB മാനുവൽ വിവരിക്കുന്നു. KGB മാനുവൽ അനുസരിച്ച് അതിൻ്റെ പ്രവർത്തകർ തങ്ങളുടെ ആയുധം വലത് കൈയിൽ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കാനും ഒരു വശം സാധാരണയായി ഇടതുവശം മുന്നോട്ട് വീശി ചലിപ്പിക്കാനും നിർദ്ദേശിക്കുന്നു. ശത്രുവിനെ നേരിടുമ്പോൾ എത്രയും വേഗം തോക്കെടുക്കുന്നതിനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായാണ്. കൗതുകമെന്ന് പറയട്ടെ, KGBയുടെ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് പുടിനിൽ നടക്കുന്നത് വലത് കൈ മുറുക്കിയും അതുപോലെ തന്നെ ഇടത് സ്വതന്ത്രമായി ആടുന്നതുമായ രീതിയുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നു. 63-ാം വയസ്സിലും റഷ്യൻ നേതാവ് തൻ്റെ പൗരുഷശക്തിയും ശാരീരിക വൈദഗ്ധ്യവും കൊണ്ട് ലോകത്തെ അറിയപ്പെടുന്ന ശക്തനായ നേതാവാണ്. സാഹസികത നിറഞ്ഞ കുതിരസവാരി, അതുപോലെ തന്നെ ഫോർമുല 1 കാർ റേസിംഗ്, ഇങ്ങനെയുള്ള കൗതുകമുയർത്തുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ളതുമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പുടിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്.